അമ്മേ ശരണം ദേവീ ശരണം. എന്താണ് പൊങ്കാല? പൊൻകാലമാണ് പൊങ്കാല. പണ്ട് കാലത്ത് നമ്മളുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നത് ആദിത്യനെ ആരാധിക്കണമെന്നാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ പൊങ്കാലയും. അന്നത്തെ ആരാധിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് പൊങ്കാല ഒരുക്കങ്ങൾ? ഏറെക്കുറെ പേരും പുതുവസ്ത്രങ്ങൾ അണിയുന്നു, അല്ലെങ്കിൽ അലക്കി വെളുപ്പിച്ച വസ്ത്രങ്ങൾ അണിയുന്നു. കുംഭമാസത്തിലെ പൂരം നാളിൽ പൗർണമി ദിവസത്തിൽ ആണ് ആറ്റുകാലിൽ പൊങ്കാല ഉത്സവം നടക്കുന്നത്. ലക്ഷോപലക്ഷം സ്ത്രീകളെയും ആറ്റുകാലമ്മ അമ്പലത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ കാര്യത്തിൽ ആറ്റുകാലമ്മ വിജയിച്ചിരിക്കുന്നു. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രം പൊങ്കാല ലഹരിയിലാണ്. സ്ത്രീകളുടെ ഹൃദയം പൊങ്കാല മന്ത്രത്താൽ നിറഞ്ഞിരിക്കുന്നു. എവിടെ തിരിഞ്ഞാലും ഭക്തിമന്ത്രം മാത്രമാണ് കേൾക്കുന്നത്. ഈ ഒരു ജന്മം ചെയ്ത പാപങ്ങളെല്ലാം ഇതോടെ തീർന്നു കിട്ടും എന്നാണ് വിശ്വാസം. പൊങ്കാലയോടനുബന്ധിച്ച് ചെയ്യേണ്ട ചില ചിട്ടവട്ടങ്ങൾ: സ്ത്രീകൾ മാസമുറ കഴിഞ്ഞ് കുളിച്ച്, അതുമല്ല 7 മാസം ചെന്ന ഗർഭിണികളാണെങ്കിൽ തുടക്കാണ് പങ്കെടുക്കാൻ സാധിക്കില്ല. അതുപോലെ കുടുംബത്തിൽ പോലെ ഉണ്ടാകുകയാണെങ്കിൽ 14 ദിവസം കഴിഞ്ഞേ പൊങ്കാല ഇടാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ബ്രഹ്മചര്യം പൂർണ്ണമായും കാത്തു സൂക്ഷിക്കണം. വ്രതം അനുഷ്ഠിക്കുന്നത് 41, 21, 7, 3 എന്നീ കണക്കുകൾ വെച്ചിട്ടാണ്. മിനിമം 3 ദിവസമെങ്കിലും വ്രതം അനുഷ്ഠിച്ചിരിക്കണം. പൊങ്കാല ഇടുന്ന സ്ഥലം ചാണകവെള്ളം ഉപയോഗിച്ച് തളിക്കണം, അല്ലെങ്കിൽ ശുദ്ധജലം ഉപയോഗിച്ച് തളിക്കണം എന്നാണ് നിയമം. ദേവിയുടെ ഇഷ്ട വഴിപാടാണ് വെടി വഴിപാട്. അത് അന്തരീക്ഷ ശുദ്ധീകരണമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുമതത്തിൻ്റെ പുണ്യഗ്രന്ഥമായി കരുതുന്ന ഋഗ്വേദം പോലും ആരംഭിക്കുന്നത് സൂര്യനെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. ദിവ് എന്നാൽ പ്രകാശം, ദിവ്യം, ദേവൻ എന്നീ വാക്കുകളൊക്കെ ദിവിൽ നിന്നാണ് ഉണ്ടായത്. ഭാരതീയരുടെ പുണ്യസ്ഥലമായ കാശി, കാശിക്കുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകാശത്തെയാണ്. പൊങ്കാലയുടെ പുണ്യത്തിലേക്ക് മനസ്സുണരുവാനുള്ള ദിവസങ്ങൾ സമാഗതമാകുകയാണ്. മനസ്സിനെ എങ്ങനെയാണ് ഉണർത്തേണ്ടത്? തിരുവനന്തപുരത്തിന് അകത്ത് മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ലോകമെമ്പാടും പൊങ്കാല അർപ്പിക്കുകയാണ്. സൂര്യൻ്റെ തേജസ്സിനെ അറിയുവാനുള്ള കാലമാണ് പൊങ്കാല. ഉത്തരവാദിത്വത്തോടെ കരുതലോടെ ശ്രദ്ധിക്കേണ്ട യജ്ഞം. പൊങ്കാല ഇടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്ന ചില കാര്യങ്ങൾ: പ്ലാസ്റ്റിക് വസ്തുക്കൾ പൂർണ്ണമായും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊങ്കാല ഇടുന്ന സ്ഥലം ക്ലീനാക്കാൻ മറക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണ ഫലം നമ്മൾക്ക് കിട്ടുകയുള്ളൂ. ഹിന്ദുമതത്തിൽ 33 ദൈവങ്ങളെയാണ് പ്രകീർത്തിച്ചിരിക്കുന്നത്. അതിൽ അഗ്നി, പൃഥ്വി, വായു, അന്തരീക്ഷം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, പുറം ലോകം എല്ലാത്തിനെയും ഇവിടെ പ്രകീർത്തിക്കുന്നു പൊങ്കാലയിലൂടെ. പൊങ്കാല എന്നത് ഒരു യാഗം അല്ലെങ്കിൽ ഒരു യജ്ഞം തന്നെയാണ്. അവിടുത്തെ യജ്ഞ ആചാര്യയാണ് സ്ത്രീ ശക്തി. ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ്. ശ്രദ്ധയാണ് ഭക്തി. കാരണം എന്തെന്നാൽ ശ്രദ്ധയില്ലാതെ എന്നാൽ തീപിടുത്തത്തിനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പൂർണ്ണമായും ശ്രദ്ധയോടെ കരുതലോടെ പൊങ്കാലയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്. കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ ഉള്ളവർക്കും പൊങ്കാലയിൽ പങ്കെടുക്കാവുന്നതാണ്. എന്തെന്നാൽ വീടിനകത്തോ വീടിന് പുറത്തോ കിഴക്ക് ദിക്കിലേക്ക് നോക്കി പൊങ്കാല അർപ്പിക്കാവുന്ന